ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. 2021 എയിംസിലോട്ടുള്ള BSc നഴ്സിംഗ് അല്ലെങ്കിൽ BSc പാരാമെഡിക്കൽ കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ എയിംസ് വന്നിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്തൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രജിസ്ട്രേഷൻ സ്റ്റെപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ടതെന്നുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വന്നിട്ട് റീസെൻ്റ്ലി എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് വൈറ്റ് കളറിലായിരിക്കണം. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയുള്ള റീസെൻ്റ്ലി എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കണം ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ്. അത് ബ്ലൂവിൽ വേണം എടുക്കാനായിട്ട്. അതുപോലെ മൂന്നാമതായിട്ട് വേണ്ട നിങ്ങളുടെ സിഗ്നേച്ചറാണ്. നാലാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ലൈക്ക് ആധാർ കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരുതിയിരിക്കണം. അതിനകത്ത് എൻ്റെ നമ്പർ മറ്റു കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആധാർ കാർഡാണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ അവർ ചോദിക്കുന്നുണ്ട് എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് മറ്റു കാര്യങ്ങളാണ് തൽക്കാലം നിങ്ങളുടെ കയ്യിൽ, അതായത് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ വന്നിട്ട് 2 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ രജിസ്ട്രേഷൻ. ഇപ്പോൾ കറന്റ് നടക്കുന്നത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറൊന്നല്ല, 2021 എയിംസിലോട്ട് BSc നഴ്സിംഗ് അതുപോലെ BSc പാരാമെഡിക്കൽ കോഴ്സുകൾ അതുപോലെ പോസ്റ്റ് BSc നഴ്സിംഗ് ഇതിൽ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ബേസിക് രജിസ്ട്രേഷനകത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് മറ്റു കാര്യങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനെയുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് മറ്റു കാര്യങ്ങളും. അതുപോലെ രണ്ടാമതായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഫോട്ടോ, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞവരുടെയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫൈനൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ അതായത് ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു 3 കോഴ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ എയിംസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ചെയ്യേണ്ടത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ രജിസ്ട്രേഷൻ ആണ്. ഫൈനൽ രജിസ്ട്രേഷൻ സമയത്താണ് നിങ്ങൾ ഏത് കോഴ്സിനാണോ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. നിങ്ങളിപ്പം BSc നഴ്സിംഗിനാണോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിൽ ഏതെങ്കിലും കോഴ്സുകൾക്കാണോ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗിനാണോ, ഇതിന് ഏതിനാണോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നിങ്ങൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സാം സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൈനൽ രജിസ്ട്രേഷൻ ടൈമിലാണ്. അപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത് ബേസിക് രജിസ്ട്രേഷൻ എയിംസ് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തരുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള. അത് ഓൾറെഡി നമ്മൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഐക്കണിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്തായാലും രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് പോകാം. രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് വരുന്ന 3 ഡോക്യുമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സിഗ്നേച്ചർ, തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ വന്നിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഫേസും മറ്റു കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം അത്. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ സ്കാൻ ചെയ്താണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം അതിനകത്ത് പെൻസിൽ കൊണ്ട് 3.5 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 4.5 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അതിനകത്ത് ഒട്ടിച്ചതിന് ശേഷം അതിനെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സ് ഉണ്ടല്ലോ 3.5 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ 4.5 സെൻറ്റിമീറ്റർ നീളവുമുള്ള ആ ഒരു ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 50 മുതൽ 100 KB അതിനിടയിലുള്ള ഒരു സൈസിൽ, അതുപോലെ തന്നെ ഫോർമാറ്റ് എന്ന് പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ വേണം നിങ്ങൾ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക ആ ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 3 സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബോക്സ് പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനായിട്ട്. സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം ഈ ഒരു ബോക്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള ഒരു പിക്ക് ആക്കിയതിന് ശേഷം അതിന് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു വൈറ്റ് പേപ്പറിനകത്ത് 4 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ബോക്സ് നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം അതിനകത്ത് വേണം നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ പതിക്കാനായിട്ട്. പതിച്ചതിന് ശേഷം ആ ഒരു ബോക്സ് വേണം നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ
ക്രോപ്പ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് വന്നിട്ട് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്, അതായത് ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു അപേക്ഷ, അതായത് വേറൊന്നല്ല, ഈ ഒരു രജിസ്ട്രേഷൻ വീഡിയോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നിങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ ഫോട്ടോ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ചിലർ വന്നിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിനെ ക്രോപ്പ് ചെയ്ത് ചിലർ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാകും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാകും. സോ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക. അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് വേണം നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ ഇത് സ്കാൻ ചെയ്യാനും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട്. ഞാൻ എടുത്തെടുത്ത് പറയുവാണ്, ഇതിൻ്റെ ഒരു അപേക്ഷയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വയം ചെയ്യാണ്ടിരിക്കുക. അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് B.Sc AIIMS എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന വെബ്സൈറ്റ്, അതായത് AIIMS-B.Sc എന്ന് പറയുന്ന വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ നോട്ടീസ് AIIMS-B.Sc നഴ്സിംഗ്, അതുപോലെ തന്നെ പോസ്റ്റ് B.Sc നഴ്സിംഗ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷൻ നോട്ടീസാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന എലിജിബിലിറ്റി, അതുപോലെ തന്നെ ഡേറ്റ് ഇവൻറ്റ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബേസിക് രജിസ്ട്രേഷൻ അതിൻ്റെ ജനറേഷൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ ഫോം UG കോഴ്സസ് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബേസിക് രജിസ്ട്രേഷൻ ഫോർ AIIMS-B.Sc കോഴ്സ് 2021 ഹാസ് ബീൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ ബേസിക് രജിസ്ട്രേഷൻ ആണ്. അതായത് നിങ്ങൾ വൺ ടൈം ഒരിക്കൽ ചെയ്താൽ മതി ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ കാര്യം. നിങ്ങൾ ഇതിനു മുമ്പ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ഫൈനൽ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ യൂണിക് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ട് നിങ്ങൾ AIIMS-ലോട്ട് UG കോഴ്സിലോട്ട് നിങ്ങൾ ചെയ്യാനായിട്ട്, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെയും നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് കൂടെ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID, ഒരു മൊബൈൽ നമ്പറുമാണ്. ഇതിലോട്ടാണ് അവരുടെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ OTP മറ്റു കാര്യങ്ങളും വരുന്നത്. സോ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ IDയും അതുപോലെ മൊബൈൽ നമ്പർ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് മറ്റു കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു ID പ്രൂഫ് വേണം. നിങ്ങൾ കൊടുക്കുന്ന ID പ്രൂഫ് വേണം നിങ്ങൾ ആ ഒരു എക്സാം ദിവസം നിങ്ങൾ അവിടെ എക്സാം സെൻറ്ററിൽ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് 3 ഡോക്യുമെൻറ്റ് മറ്റു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. അപ്പോൾ ഇതിനെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. സോ നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് വേണം. ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലിക്ക് ഹിയർ ഫോർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളതെല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. എന്താണ് ബേസിക് രജിസ്ട്രേഷൻ, എന്താണ് ഫൈനൽ രജിസ്ട്രേഷൻ, അതിനെപ്പറ്റി ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പേജാണ്. അപ്പം ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ്, അതുപോലെ BSc പാരാമെഡിക്കൽ കോഴ്സ്, അതുപോലെ BSc പോസ്റ്റ് BSc നഴ്സിംഗ് 2021 AIIMS-ൽ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ കോഴ്സുകൾക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഫൈനൽ രജിസ്ട്രേഷൻ സമയത്താണ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിക് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് കോഴ്സിനും, അതായത് ഇപ്പം ചില വിദ്യാർത്ഥികൾ BSc നഴ്സിംഗിനായിരിക്കും നോക്കുന്നത്, ചില വിദ്യാർത്ഥികൾ BSc പാരാമെഡിക്കൽ കോഴ്സിലായിരിക്കും നോക്കുന്നത്, ചില വിദ്യാർത്ഥികൾ വന്നിട്ട് പോസ്റ്റ് BSc നഴ്സിംഗ് ആയിരിക്കും നോക്കുന്നത്. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിക് കോഡ് ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ട് അതിലോട്ട് ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം കൺഫ്യൂഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ടത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് മറ്റു കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു കോളമായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് മറ്റു കാര്യങ്ങളാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായ രീതിയിലെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രോപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ID പ്രൂഫ് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഏത് ID പ്രൂഫാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതേ ID പ്രൂഫ് വന്നിട്ട് നിങ്ങൾ എക്സാം ഡേറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത്
ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ഡാറ്റാസും നിങ്ങളുടെ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്ന് വെരിഫൈ ചെയ്യുക, തെറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം. അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിക്ലറേഷൻ ഫോം ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് രജിസ്ട്രേഷൻ ID ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലോട്ട് ഒരു രജിസ്ട്രേഷൻ ID പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷൻ ലോഗിൻ സോണിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ക്യാപ്ച നിങ്ങൾ റീ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത പേഴ്സണൽ ഡാറ്റാസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് മറ്റു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് മറ്റു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ നിങ്ങളുടെ ഫോട്ടോ മറ്റു കാര്യങ്ങൾ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസും അതുപോലെ ഡോക്യുമെൻറ്റ്സ് മറ്റു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ താഴെ ഡിക്ലറേഷൻ ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ റിവ്യൂ, അതായത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത്രയാണ് ബേസിക് രജിസ്ട്രേഷൻ്റെ പ്രധാന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇതോടെ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് തന്നെ നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്ക് ബൈ.